Fair Future presents മാതൃഭൂമി യെസ് ക്വിസ് മീ സീസൺ 2 അതിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കുകയാണ്. അറിവിന്റെയും ഓർമ്മയുടെയും പോരാട്ട ഭൂമിക മാതൃഭൂമി ഫെയർ ഫ്യൂച്ചർ യെസ് ക്വിസ് മീ. കേരളാസ് ബിഗസ്റ്റ് ക്വിസ് കോമ്പറ്റീഷൻ. 360-ലധികം കോളേജുകൾ പങ്കെടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ ക്വിസ് കോമ്പറ്റീഷൻ ഗ്രാൻഡ് ഫിനാലയിലേക്ക്. 10 സോണൽ മത്സരങ്ങളിൽ മാറ്റുരച്ചത് 5400 വിദ്യാർത്ഥികൾ. സോണൽ മത്സരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 20 ടീമുകളിൽ നിന്നായി സെമി ഫൈനൽ വേദിയിലെത്തിയത് 40 വിദ്യാർത്ഥികൾ. 4 റൗണ്ടുകളിൽ നടന്ന സെമി ഫൈനൽ മത്സരങ്ങളിൽ 1ാം സ്ഥാനക്കാരായ 4 ടീമുകളാണ് ഗ്രാൻഡ് ഫിനാലയിൽ മത്സരിക്കാനെത്തുന്നത്. നമ്മുടെ സ്റ്റേജിലേക്ക് ആദ്യം ക്ഷണിക്കുന്നത് ഫൈനലിസ്റ്റുകളെ തന്നെയാണ്. 4 ടീമാണ് നമുക്ക് ഫൈനലിലേക്ക് കടക്കുന്നത്. ജിഷ്ണു ഗോപൻ ആൻഡ് നവീൻ MK, MES കോളേജ് പൊന്നാനി. പ്രിൻസ് ആർ ആൻഡ് അക്ഷയ് കൃഷ്ണ A, ഗവൺമെന്റ് TTI കൊല്ലം. നദീം അഹമ്മദ്, വൈശാഖ് RL, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശൂർ. അമൽ ഹസീൻ ആൻഡ് നംഷാദ് പുളിക്കൽ, ഫാറൂഖ് കോളേജ് കോഴിക്കോട്. പ്രിയപ്പെട്ട ക്വിസ് മാസ്റ്റർ മിസ്റ്റർ മൃദുൽ M മഹേഷ് വിസാരിയോ ടീമിന്റെ MD ആണ്. മലപ്പുറംകാരനായ മിസ്റ്റർ മൃദുൽ M മഹേഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you so much. We are moving to the grand finale. Once again, welcome to the grand finale of Yes Quiz Me, powered by Fair Future and Madhrubhumi. We are moving to the first round. The first round is on the screen. Yes, catch me എന്നാണ് ഈ റൗണ്ടിന്റെ പേര്. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ടീം എയോടാണ്. ബാക്കി ഉള്ള ടീമുകൾക്ക് ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ബസ് ചെയ്യാം. ടീം എക്ക് ഉത്തരം അറിയില്ലെങ്കിൽ ബസ് ചെയ്ത ടീമിന് ചാൻസ് കിട്ടും. ബട്ട് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ഉത്തരം ശരിയായാൽ 10 പോയിന്റ്, തെറ്റിച്ചു കഴിഞ്ഞാൽ -5. അതിനുശേഷം ഡയറക്റ്റ് ടീം എയോട് ചോദിക്കും. ടീം എക്ക് ഉത്തരം അറിയില്ലെങ്കിൽ നമ്മൾ പാസ് ചെയ്തു പോകും. The question is direct to team A. The question is on the screen. ജെയ്സ് ജോൺ ആരതി വർഗീസ് സ്മാർട്ട് ഫോണിനെ ഡാഷ് ആക്കി മാറ്റി. ഇവർ ഒരു ഡയഗ്നോസ്റ്റിക് ടൂളായി ഇവർ സ്മാർട്ട് ഫോണിനെ മാറ്റിയെടുക്കുകയാണ് ഉണ്ടായത്. എന്ത് ടൂളായിട്ടാണ് ഇവർ മൊബൈൽ ഫോണിനെ മാറ്റിയെടുക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആരാണ് എന്നുള്ളതും വേണം. കൂടാതെ സ്മാർട്ട് ഫോണിനെ എന്താക്കിയിട്ടാണ് മാറ്റുന്നത്? ഇറ്റ്സ് എ ഡയഗ്നോസ്റ്റിക് ടൂൾ. ഡയഗ്നോസ്റ്റിക് ടൂൾ സ്റ്റെതസ്കോപ്പ് ആണ്. ഡയഗ്നോസ്റ്റിക് ടൂൾ സ്റ്റെതസ്കോപ്പ് ആണ്. അപ്പൊ മൊബൈൽ ഫോണിനെ സ്റ്റെതസ്കോപ്പ് ആക്കി മാറ്റിയെന്നാണ് ഡോക്ടേഴ്സിന്റെ കയ്യിൽ കാണുന്ന സ്റ്റെതസ്കോപ്പ്. ഓക്കെ, ആൻഡ് ഹൂ ഈസ് ദാറ്റ് പേഴ്സണാലിറ്റി? 2 പാർട്ടുണ്ട്. ടീം ബി, ടീം ബിയുടെ ആൻസർ പാസ്. ടീം സി ആൻഡ് ദ പേഴ്സൺ ഡാവിഞ്ചി. നോ, ഐ ആം അഫ്രൈഡ്. ടീം ഡി പാസ്. സോ ടീം എ പറഞ്ഞ ഉത്തരം സ്റ്റെതസ്കോപ്പ് എന്നാണ്. തീർച്ചയായിട്ടും സ്മാർട്ട് ഫോണിനെ സ്റ്റെതസ്കോപ്പ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. 5 പോയിന്റ്സ്. മറ്റ് 5 പോയിന്റ് ഞാൻ ഓഡിയൻസിന് വിടുകയാണ്. ഉത്തരം നൽകാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് സ്റ്റെതസ്കോപ്പുമായി ബന്ധപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് റെനെ ലെനാക്. സ്റ്റെതസ്കോപ്പുമായി ബന്ധപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞപ്പോൾ റെനെ ലെനാക്. ബ്രില്യന്റ് ആൻസർ. ദാറ്റ്സ് എ കറക്റ്റ് ആൻസർ. ദിസ് ഈസ് സ്റ്റെതസ്കോപ്പ് ആൻഡ് റെനെ ലെനാക്. മാതൃഭൂമി നൽകുന്ന ഒരു സമ്മാനം. രാകേഷ് TP ഫ്രം എറണാകുളം. രണ്ടാമത്തെ ചോദ്യം ടീം ബിയോടുള്ള ഡയറക്റ്റ് ആണ്. ടീം ബി, കുംഭമേളയിൽ പോകുന്നവരെ പലപ്പോഴും കുട്ടികളും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ ചെയ്തത് ഇതുപോലെ മൾട്ടിപ്പിൾ ലെയറുള്ള ടീഷർട്ട്സ് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്തത്. വി വിൽ സ്റ്റിക്ക് ടുഗദർ എന്ന ഒരു മോട്ടോയും അതിൽ കാണാം. ഏത് ബ്രാൻഡ് ചെയ്ത ഇന്നോവേറ്റീവ് ക്യാമ്പയിൻ ആണിത്? ടീം ബി, വാട്ട്സ് യുവർ ആൻസർ? ഫെവിക്കോൾ. ഫെവിക്കോൾ. വൈ ഫെവിക്കോൾ? സ്റ്റിക്ക് ടുഗദർ. That's a correct answer. +10 to ടീം ബി. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ആയിരുന്നു. 10 points to ടീം ബി. മഹാരാഷ്ട്രയിലെ ബുൽദാന എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ റേഷൻ ഗോതമ്പ് കഴിക്കുന്നത് കാരണം, ഒരു പ്രത്യേക എലമെന്റ് കൂടിയത് കാരണം ആളുകളിൽ മുടി കൊഴിയുന്ന ഒരു കാര്യം ഹെൽത്ത് വിദഗ്ധനായിട്ടുള്ള ഹിമാട്രാവ് ബവാസ്കറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്താണ് ഈ എലമെന്റിന്റെ പേര് എന്നുള്ളതാണ്. ഐ നീഡ് ദ എലമെന്റ് നെയിം. ഡയറക്റ്റ് ടു ടീം സി, വാട്ട്സ് യുവർ ആൻസർ? സെലീനിയം. Selenium. Brilliant answer. That's a correct answer. So 10 points to Team C. Team D.
ഇന്ത്യയിലെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർ ടു എയർ മിസൈലാണ് അസ്ത്ര MK3. ഇത് ഈ അടുത്തിടെ റീസെന്റ് റീനെയിം ചെയ്തു. ബ്രഹ്മാവ് ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യത്തിൽ നിന്നാണ് ഇതിന് പേര് കൊടുത്തത്. നിങ്ങളൊരു ധീര യോദ്ധാവിന്റെ കയ്യിലാണ് ഈ വെപ്പൺ എപ്പോഴും കാണാറുള്ളത്. സോ ടീം സി ആണ് ആദ്യം സ്നാച്ച് ചെയ്തിട്ടുള്ളത്. ബട്ട് അതിനു മുമ്പ് ആരോട് ചോദിക്കണം? ടീം ഡിയോട് ചോദിക്കണം. ടീം ഡി, വാട്ട്സ് യുവർ ആൻസർ? പിനാക്ക. ആ ഉത്തരം തെറ്റാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് എ സ്നാച്ച് ചെയ്തിരിക്കുന്നത് ടീം സി ആണ്. ഗാണ്ടീവ എന്ന ഉത്തരം ശരിയാണ്. പ്ലസ് 10 points ടു ടീം സി. എക്സ്ക്യൂസ് മീ, ഗ്രാൻഡ് ഫിനാലെയുടെ ആദ്യത്തെ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ദ സെക്കൻഡ് റൗണ്ട് ഓഫ് ഗ്രാൻഡ് ഫിനാലെ ഓൺ ദ സ്ക്രീൻ. ക്യാച്ച് ദ ബ്രേക്ക് എന്നാണ്. ക്യാച്ച് ദ ബ്രേക്ക്. നിങ്ങൾക്ക് നേരത്തെ കാണിച്ചതുപോലെ ഞാനൊരു ഇമേജ് കാണിച്ചു തരും. പക്ഷേ ഇമേജ് കണ്ട് അതാണ് ഉത്തരം എന്ന് തെറ്റിദ്ധരിക്കരുത്. അതൊരു ഹിന്റ് മാത്രമാണ്. ആദ്യത്തെ ടീം ബസർ അടിച്ച് ഉത്തരം പറഞ്ഞാൽ 10 പോയിന്റ്, തെറ്റിച്ചു കഴിഞ്ഞാൽ -5. ആദ്യത്തെ ടീം തെറ്റിച്ചെങ്കിൽ രണ്ടാമത് ബസർ അടിക്കുന്ന ടീമിന് ഒരു 2 പോയിന്റ് കൂടി ഞാൻ കൂട്ടിത്തരും. 12 പോയിന്റ്, തെറ്റിച്ചാൽ 6 പോയിന്റ്. വീണ്ടും ബസർ അടിക്കുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ അടുത്ത ടീം ബസർ അടിക്കുകയാണെങ്കിൽ വീണ്ടും 2 പോയിന്റ് കൂട്ടിത്തരും. 14 പോയിന്റ്, തെറ്റിച്ചാൽ 7 പോയിന്റ്. അങ്ങനെ തെറ്റിക്കുന്നതിനനുസരിച്ച് മാർക്ക് വാരിക്കോരി തരും എന്നുള്ളതാണ് എന്റെ സ്വഭാവം. രണ്ടാമത്തെ റൗണ്ട്, ക്യാച്ച് ദ ബ്രേക്ക്. ചോദ്യം സ്ക്രീനിൽ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തി എഴുതിയ പുസ്തകമാണ് വിവേകാനന്ദൻ സന്യാസിയും മനുഷ്യനും എന്നുള്ളത്. അദ്ദേഹത്തിന്റെ അച്ഛൻ അറിയപ്പെടുന്നത് വയനാടിന്റെ ശില്പി എന്നാണ്. യെസ്, വാട്ട്സ് യുവർ ആൻസർ ടീം ബി? MP വീരേന്ദ്രകുമാർ. MP വീരേന്ദ്രകുമാർ. നിങ്ങൾ പറയുന്നത് MP വീരേന്ദ്രകുമാർ എന്ന ഉത്തരം ശരിയാണ്. പ്ലസ് 10 points ടു ടീം ബി. മൂവിംഗ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം. ഒരു ചിത്രം കണ്ടപ്പോൾ അടിച്ചിട്ടുണ്ട്. എന്താണ് ചോദ്യം എന്ന് ഞാൻ പറയാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ ബസർ അടിച്ചു. സോ ടീം ബി. ഐസക് ന്യൂട്ടൻ. സോ ഇനി ഞാൻ ചോദ്യം പറയാം. ചോദ്യം ഇതാണ്. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പുസ്തകം എഴുതാനിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മഷി സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പാത്രമാണ് ഇത്. പക്ഷെ ആ പാത്രം മദ്യം കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അത് ഐസക് ന്യൂട്ടൻ തന്നെയാണ്. ദാറ്റ്സ് എ പെർഫെക്റ്റ് ആൻസർ. ഐസക് ന്യൂട്ടന്റെ ബിയർ മഗ് ഈ അടുത്തിടെ ലേലത്തിന് പോയി. ബ്രില്യന്റ് ആൻസർ. പ്ലസ് 10 ടു ടീം ബി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സോണി ലീവ് പുറത്തിറക്കിയ ദ വേക്കിംഗ് ഓഫ് എ നേഷൻ എന്ന സീരീസ് ഇന്ത്യയിൽ നടന്ന ഒരു പ്രസിദ്ധമായ സംഭവത്തെ കുറിച്ചുള്ള ഒരു ഫിലിമാണ്. ടീം സി ബസർ അമർത്തിയിരിക്കുന്നു. ടീം സി ചിത്രത്തിന്റെ ടൈറ്റിൽ നോക്കിയപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാനുണ്ട്? അവിടെ കുറച്ച് ബ്ലഡ് സ്റ്റെയിൻസ് കാണാനുണ്ട്. സോ ബ്ലഡ് സ്റ്റെയിൻസ് ആൻഡ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരിക ജാലിയൻവാല ബാഗാണ്. ദാറ്റ്സ് എ കറക്റ്റ് ആൻസർ. പ്ലസ് 10 ടു ടീം സി. ബ്രില്യന്റ് ആൻസർ. അടുത്ത ചോദ്യം. ഇതൊരു പഞ്ചാബി റാപ്പാണ്. ഏത് വ്യക്തിയുടെ പേരിലാണ് ഈ റാപ്പ് ഉള്ളത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ടീം സി ബസ് ചെയ്തിട്ടുണ്ട്. ടീം സി, വാട്ട്സ് യുവർ ആൻസർ? ട്രംപ്. ഇത് ഡൊണാൾഡ് ട്രംപ്. That's a correct answer. This is Trump. That's a brilliant. It's Trump. രണ്ടാമത്തെ റൗണ്ട് 4 ചോദ്യങ്ങൾ കഴിഞ്ഞു. The third round of grand finale. Yes. ഈ റൗണ്ടിന്റെ പേര് ഫെയർ ഫ്യൂച്ചർ റൗണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ MD ഡോക്ടർ S രാജ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ സ്വാഗതം സാർ. എന്താണ് വിദേശ വിദ്യാഭ്യാസം കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ? എക്സ്പോഷർ. നമ്മളുടെയൊക്കെ ഒരു ധാരണ പഠനം എന്ന് പറയുന്നത് കേവലം വലിയ മാർക്ക് മേടിക്കുന്നവരാണ് ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ എന്നൊക്കെയുള്ളൊരു കോൺസെപ്റ്റുള്ളൊരു കൾച്ചറിൽ നിന്നും US ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പഠനം എന്ന് പറയുന്നതിന് വേറെ കുറേ അർത്ഥതലങ്ങളുണ്ടെന്നും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ ഒരു പൊളിച്ചെഴുത്ത് ചിലപ്പോൾ വേണ്ടി വരും. അതിന് പക്ഷേ ഒരാളോ രണ്ടുപേരോ മാത്രം വിചാരിച്ചാൽ സാധിക്കത്തില്ല. ഞങ്ങളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്നും വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികൾക്ക് ഫെയർ ഫ്യൂച്ചറിൻ്റെ സർവീസ് ഒക്കെ തന്നെ ആബ്സല്യൂട്ട്ലി ഫ്രീ ആണെങ്കിലും ആ ഒരു ഫ്രീ സർവീസ് അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു കണ്ടീഷൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഫെയർ ഫ്യൂച്ചറിന്റെ സർവീസ് എടുക്കാൻ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരു മരം നടണം.
ആ മരം നടുന്നതിൻ്റെ ഫോട്ടോ ഞങ്ങൾക്ക് എടുത്ത് അയച്ചു തന്നാൽ മാത്രമേ അവർക്കുള്ള സർവീസ് ഞങ്ങൾ പറയൂ. 1 സ്റ്റുഡൻറ് 1 ട്രീ എന്നാണ് അതിൻ്റെ ക്യാമ്പയിൻ്റെ പേര്. ഈ റൗണ്ടിൽ നമ്മൾ കൂടുതലായും ചോദിക്കുന്ന ചോദ്യങ്ങൾ അബ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, അബ്രോഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ റൗണ്ടിന്റെ കണ്ടീഷൻ ഇങ്ങനെയാണ്, ആന്റി ക്ലോക്ക് വൈസ് ഫോർമാറ്റിലാണ് പോകുന്നത്. സ്റ്റാർട്ടിംഗ് ഫ്രം ടീം ഡി. ആർ യു റെഡി ടീം ഡി? സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി ഇൻ ഇല്ലിനോസ്, ഒരു ബിസിനസ് സ്കൂളാണ്. ഇസ് നെയ്മഡ് ആഫ്റ്റർ എ ഫേമസ് ബിസിനസ് ഗ്രൂപ്പ്. ഒരു ഫുഡ് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ബ്രാൻഡാണ്. അവരുടെ മാസ്കോട്ടിൽ വരുന്നത് കൊർണേലിയസ് ദ കോക്രിയൽ എന്നാണ്. നിങ്ങൾക്ക് ആ ചിത്രം കാണാം. എൻ്റെ ചോദ്യം, എന്താണ് യൂണിവേഴ്സിറ്റിയുടെ പേര്? ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഡയറക്റ്റ് ടു ടീം ഡി. ആൻഡ് വാട്ട്സ് യുവർ ആൻസർ ടീം ഡി? കെല്ലോഗ്സ്. ആ ഉത്തരം ശരിയാണ്. ദാറ്റ്സ് എ കറക്റ്റ് ആൻസർ. ദിസ് ഈസ് കെല്ലോഗ്. ബ്രില്യന്റ് ആൻസർ. പ്ലസ് 10 points ടു ടീം ഡി. ദിസ് ഈസ് കെല്ലോഗ്. എങ്ങനെയാണ് കെല്ലോഗ് എന്ന ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തിയത്? മാസ്കോട്ട് മാത്രം നോക്കിയിട്ടാണ്. സോ നിങ്ങളുടെ അറിവുകളെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ടു ടീം സി. ഓസ്ട്രേലിയയിലെ നോർത്ത് ക്യൂൻസ്ലൻഡ് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത് ഒരു പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയിൽ നിന്നാണ്. ഒരു എക്സ്പ്ലോറർ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരിലാണ് ഹൈയസ്റ്റ് സമ്മിറ്റ് ഇൻ ന്യൂസിലാൻഡ് നെയിം ചെയ്തിരിക്കുന്നത്. കുക്ക്. That's a correct answer. This is Captain James Cook. അദ്ദേഹമാണ് ഓസ്ട്രേലിയ കണ്ടുപിടിക്കുന്നത്. പ്ലസ് 10 points ടു ടീം സി. ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തേണ്ട ഒരു പേരും ക്യാപ്റ്റൻ ജെയിംസ് കുക്കിൻ്റെയാണ്. വെൽ ഡൺ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ടു ടീം ബി. ഇതൊരു ഗാരറ്റ് ക്യാമ്പ് എന്ന് പറയുന്ന കനേഡിയൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഈ ഒരു നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തത്. ഇദ്ദേഹം പാരീസ് ട്രിപ്പിന് പോയപ്പോൾ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ടായി, ഒരു ഡിഫിക്കൽട്ടി അദ്ദേഹം ഫേസ് ചെയ്തു പാരീസ് ട്രിപ്പിൽ. 2022 അമേരിക്കൻ TV സീരീസ് ആയ സൂപ്പർ പംപ്ഡ് ഇതിനെ കുറിച്ചാണ് പറയുന്നത്. സോ ടീം ബിയോടുള്ള ചോദ്യമാണ്. ടീം ബി, എയർബിഎൻബി. അപ്പൊ എന്താണ് ഇദ്ദേഹം നേരിട്ട പ്രശ്നം, ഡിഫിക്കൽട്ടി? ആൻസർ തെറ്റാണ്. ദിസ് ഈസ് സ്നാച്ച്ഡ് ബൈ ടീം സി. Hotel. So this is not a hotel. So it's a -5 unfortunately to team C. This question is passing to team A. Uber. അതാണ് പാരീസ് ട്രിപ്പിൽ അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിന് നൈറ്റിൽ ട്രാൻസ്പോർട്ടേഷൻ കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം തുടങ്ങിയതാണ് ഊബർ. ബ്രില്യന്റ് ആൻസർ. പ്ലസ് 10 ടു ടീം എ. ഇത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ മാത്തമാറ്റിക്കൽ സൊസൈറ്റിയുടെ ലോഗോയാണ്. സോ ആരാണ് ഈ മാത്തമാറ്റീഷ്യൻ എന്നുള്ളതാണ് എനിക്ക് കിട്ടേണ്ടത്. ടീം എ, ഗോസ്. കോൾ ഫെഡറിക് ഗോസ് എന്നറിയപ്പെടുന്ന ഗണിതത്തിലെ രാജകുമാരനായ ഗോസ് എന്ന ആൻസർ തെറ്റാണ്. നിങ്ങൾ പറഞ്ഞത് ഇറ്റ്സ് എ നല്ലൊരു ഗസ് ആണ്. ഇറ്റ്സ് എ കോൾ ഫെഡറിക് ഗോസ് എന്നുള്ളത്. ദാറ്റ് വാസ് എ ഗുഡ് ഗസ് ടു ടീം ഡി. ഫെർമാറ്റ്സ് തിയറം ഉണ്ടാക്കിയ ഫെർമാറ്റ് എന്ന ഉത്തരവും തെറ്റാണ്. ടീം സി, റെനെ ദെക്കാർത്തെ. എക്സ് എന്ന വാല്യൂ കൊടുത്ത റെനെ ദെക്കാർത്തെ എന്നാണ് പറയുന്നത്. അതും തെറ്റായ ഉത്തരമാണ്. ഐ എം അഫ്രേഡ്. ദ ലാസ്റ്റ് ചാൻസ് ടു ടീം ബി. GHRD. അതും അല്ല. ദിസ് ഈസ് ഗോയിങ് ടു ഓഡിയൻസ്. വാട്ട്സ് യുവർ ആൻസർ? ആർക്കിമിഡീസ്. വൈ ആർക്കിമിഡീസ്? അത് മറ്റേ ബോയൻ ഫോഴ്സ് അല്ലേ, മറ്റേ യൂറേക്കടെ. അദ്ദേഹത്തിന്റെ കൺട്രിയിൽ ഒരു പ്രശ്നം വന്ന സമയത്ത് ഇയാള് വെള്ളത്തിൽ മുങ്ങി നിന്ന് അങ്ങനെ പൊന്തി വന്നപ്പോഴാണ് ഇയാൾ ബോയൻ ഫോഴ്സ് കണ്ടുപിടിച്ചത്. സോ ആ കണ്ടെത്തൽ താങ്കളും നടത്തിയിരിക്കുന്നു. ഉത്തരം ശരിയാണ്. ആർക്കിമിഡീസ്. ബ്രില്യന്റ്, പെർഫെക്റ്റ് ആൻസർ. അദ്ദേഹത്തിനുള്ള ഒരു സമ്മാനം നമുക്ക് കൊടുക്കാം. സോ ദ ഫ്രണ്ട്ലി ക്യൂസിനുള്ള വൗച്ചർ കൂപ്പൺ ആണ്. സോ താങ്കൾക്ക് മാതൃഭൂമിയുടെ ഔട്ട്ലെറ്റിൽ നിന്നും പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ്. വാശിയേറിയ 3 റൗണ്ടുകൾ പിന്നിട്ടിരിക്കുന്നു. സോ വളരെ ശ്രദ്ധിച്ച് കളിക്കുക. വി ആർ മൂവിംഗ് ടു ദ 4th റൗണ്ട്, ദ ബിഗ് പിക്ചർ. ഞാൻ നിങ്ങൾക്ക് 60 സെക്കൻഡ് നീളമുള്ള ഒരു വീഡിയോ കാണിച്ചു തരും. ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അതിൽ ഒരുപാട് ക്ലൂസ് ഒളിഞ്ഞിരിപ്പുണ്ട്. ആ വീഡിയോയിൽ ഒരുപാട് ക്ലൂസ് വരുന്നുണ്ട്. മാതൃഭൂമിയുടെ പല ഇനീഷ്യേറ്റീവ്സും കോർത്തിണക്കിയ ഒരു വീഡിയോ ആണ്.
ചില ഉത്തരങ്ങളും ചിലപ്പോൾ ഇതിൽ വരാം. വളരെ ശ്രദ്ധിച്ച് ബസർ അടിച്ച് ഉത്തരം പറഞ്ഞാൽ +10 പോയിന്റ്സ്, തെറ്റിച്ചു കഴിഞ്ഞാൽ -5. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ദ സ്ക്രീൻ. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന ഒരു കവിതയാണ്. ആരാണ് ഈ കവിത എഴുതിയത് എന്നുള്ളതാണ് എനിക്ക് കിട്ടേണ്ടത്. ടീം ബി ഇ കെ നായനാർ എന്ന ഉത്തരം ശരിയാണ്. ദിസ് ഈസ് ഇ കെ നായനാർ. ബ്രില്യന്റ് ആൻസർ. +10 പോയിന്റ്സ് ടു ടീം ബി. സൂപ്പർ. സോ വളരെ ശ്രദ്ധിക്കുക. മൂവിംഗ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓൺ ദ സ്ക്രീൻ. ഇത് ഒരു സ്പോർട്സ് ബ്രാൻഡാണ്. ദ ബ്രാൻഡ് ഈസ് നെയ്മഡ് ആഫ്റ്റർ ദിസ് പേഴ്സൺ. ടീം സി യോനെക്സ്. വൈ യോനെക്സ്? ബാഡ്മിന്റൺ പി വി സിന്ധുവിന്റെ. അത് യോനെക്സ് എന്ന ഉത്തരം കറക്റ്റ് ആണ്. +10 പോയിന്റ്സ് ടു ടീം സി. സോ പി വി സിന്ധു എന്നുള്ള ഒരൊറ്റ ക്ലൂവിൽ നിന്നാണ് അവർ അതിലേക്ക് പോയത്. വെൽ ഡൺ ടീം സി. ഇത് ഈ അടുത്തിടെ ഒരു സ്റ്റാർട്ടപ്പ് പുറത്തിറക്കിയ ഒരു ആപ്പാണ്. ഒരു പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിക്ക് വേണ്ടി പാസ് ചെയ്തിരിക്കുന്നു. വെരി ക്രൂഷ്യൽ മൊമെന്റ്. നിങ്ങളുടെ സ്കോറിന് ഇപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടീം ബി, വാട്ട്സ് യുവർ ആൻസർ? MS ധോണി. MS ധോണി. വാട്ട്സ് എ കണക്ഷൻ ബിറ്റ്വീൻ MS ധോണി ആൻഡ് ദാറ്റ് വീഡിയോ? സച്ചിനെ കാണിക്കുന്നുണ്ടായിരുന്നു. സോ ഐ എം ലോക്കിംഗ് ദാറ്റ്സ് എ കറക്റ്റ് ആൻസർ. ദിസ് ഈസ് ധോണി. ധോണിക്ക് വേണ്ടിയിട്ടാണ് സിംഗിൾ ID എന്ന് പറയുന്ന ടീം. മലയാളികളാണ് ആപ്പ് ഉണ്ടാക്കിയത്. ബ്രില്യന്റ് ആൻസർ. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് റൗണ്ട്. മാച്ച് സ്റ്റിക്ക്. തീപ്പെട്ടി എന്ന അർത്ഥം വരുന്ന ഒരു മറാത്ത. പ്രസിംഗ് ബസർ. രണ്ടുപേരും ഒരേ സമയത്താണ് അടിച്ചത്. ബട്ട് ദ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ ടീം സിക്കാണ് ചാൻസ് പോകുന്നത്. എന്താണ് ടീം സിയുടെ ഉത്തരം? കൈലേഷ് സത്യാർത്ഥിയുടെ ബയോഗ്രഫി. കൈലേഷ് സത്യാർത്ഥി. സോ വാട്ട്സ് ആൻസർ? കൈലേഷ് സത്യാർത്ഥി ഓർ ഓട്ടോബയോഗ്രഫി? തീപ്പെട്ടി എന്ന അർത്ഥം വരുന്ന തീപ്പെട്ടി. മാച്ച് സ്റ്റിക്ക് എന്ന അർത്ഥം വരുന്ന ഓട്ടോബയോഗ്രഫി എഴുതിയതാണ്. Brilliant answer. That's the correct answer. +10 points to team C. So this is കൈലേഷ് സത്യാർത്ഥി. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇത്. ദിയാ സലായി എന്നാണ് ഈ പുസ്തകം. സോ ദിയാ സലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് സ്റ്റിക്ക് എന്നാണ് അർത്ഥം. ഗ്രാൻഡ് ഫിനാലെ മത്സരത്തിൽ എക്സ്ക്യൂസ് മീയുടെ 4 റൗണ്ടുകൾ നമ്മൾ ഇവിടെ പിന്നിട്ടു. The last round of Excuse Me powered by Fair Future and മാതൃഭൂമി. This is the last round on the screen. So the end game. 4 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഞാൻ 3 ക്ലൂകൾ തരും. അതിൽ ആദ്യത്തെ ക്ലൂവിൽ നിങ്ങൾക്ക് ബസർ അടിച്ച് ഉത്തരം പറയാൻ പറ്റുകയാണെങ്കിൽ 30 പോയിന്റ്സ്, തെറ്റിച്ചാൽ -15 പോയിന്റ്സ്. സെക്കൻഡ് ക്ലൂവിലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ 20 പോയിന്റ്സ്, തെറ്റിച്ചു കഴിഞ്ഞാൽ -10. തേർഡ് ക്ലൂവിലാണ് നിങ്ങൾ ഉത്തരം പറയുന്നതെങ്കിൽ +10 -5. ഞാൻ എന്താണെന്ന് പറയുന്നില്ല. വെസ്റ്റ് ബംഗാളിലെ ഒരു ബിൽഡിംഗ് ആണ് ഇത്. Moving to the second clue, this is named after the founder's wife Lakshmi and daughter Radha. The third clue, ഇതിന്റെ ലോഗോയാണിത്. Male. Male. That's a clue. Okay, team A is taking RLV college. RLV Institute. That's the correct answer. Brilliant answer. This is RLV. So +10 points to team A. The second question. സോ ഗാന്ധിജി ഇരുന്ന് ചായ കുടിക്കുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് മ്യൂസിയമാണ്. നിങ്ങൾക്ക് ബസ് ചെയ്ത് വേണമെങ്കിൽ 30 പോയിന്റിന് എടുക്കാം. 30 പോയിന്റിന് റിസ്ക് എടുക്കുന്നു. ടീം ബി, വാട്ട്സ് യുവർ ആൻസർ? INS ഗുൽത്താർ. So give a huge round of applause to them for that courage. Not for the answer. ഉത്തരം തെറ്റാണ്. I am afraid it's a -15 points. Team B, sorry. Second clue, ഇതൊരു വിവാഹമായിരുന്നു. ഈ കല്യാണം നടന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. വെരി റീസെന്റ് ന്യൂസ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ടീം ബി അഗൈൻ ടീം ബി റിസ്ക് എടുക്കുകയാണ്. ഇപ്രാവശ്യം പോയാൽ 10 പോയിന്റ് പോവും. കിട്ടിയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട 15 മാർക്ക് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാം. So what's your answer, team B? രാഷ്ട്രപതി ഭവൻ. Rashtrapati Bhavan. That's the correct answer.
അവർ 15 മാർക്ക് കളഞ്ഞെങ്കിലും 20 മാർക്ക് തിരിച്ചു പിടിച്ചു. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്ലൂ, ഈ ഒരു വ്യക്തി, അദ്ദേഹത്തിന് ആർട്ടിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഡബ്ലിംഗ് സ്കെച്ചിങ് ക്ലബ് 1874 തുടങ്ങിയ ആ ഒരു ക്ലബിൽ അദ്ദേഹം അംഗമായിരുന്നു. +30 -15 നോ വൺ. രണ്ടാമത്തെ ക്ലൂ, ഈ ഒരു ഫിഷിന് പേര് വന്നത്, ഈ ഫിഷിന്റെ ഒരു പ്രത്യേകത കാരണമാണ് ഈ ഒരു ക്യാരക്ടറിൽ നിന്ന് പേര് വന്നത്. ഇനി ഞാൻ തരുന്ന ക്ലൂ ജീവനോടെയുള്ള ഒരു ക്ലൂ ആണ്. ആ ക്ലൂ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഫിക്ഷണൽ ക്യാരക്ടറിന്റെ പേരിൽ പല കാര്യങ്ങളും നെയിം ചെയ്തിട്ടുണ്ട്, പല സിനിമകളും പുറത്തിറക്കിയിട്ടുണ്ട്. ഇതൊരു ലിറ്റററി വർക്കാണ്. ടീം സി, വാട്ട്സ് യുവർ ആൻസർ? മോഗ്ലി. എങ്ങനെയാണ് മൗഗ്ലിയിലേക്ക് എത്തിയത് എന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് എ -5 points. ടീം സി. ടീം ബി, ഡ്രാക്കുള. കണക്ഷൻ ഉണ്ടോ? എന്താണ് കണക്ഷൻ? സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയങ്കരനായ നടൻ നീരജ് മാധവ്. ഡ്രാക്കുള എന്നാണ് ടീം ബി പറയുന്നത്. എന്തെങ്കിലും ഡ്രാക്കുളയുമായിട്ട് കണക്ഷൻ ഉണ്ടോ? അങ്ങനെ ഒരു മ്യൂസിക് വീഡിയോ ഉള്ള ഒരു പാട്ടൊന്നും ആയിരുന്നില്ല. ബട്ട് ഐ എം ഗ്ലാഡ് യു കണക്റ്റഡ്. സോ അപ്പോൾ ഡ്രാക്കുള എന്നുള്ള ഒരു പാട്ടുമായി കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഡ്രാക്കുള എന്നുള്ള ഉത്തരം ആയിരിക്കാം. എങ്കിൽ ആ കണക്ഷൻ തന്നെയാണ്. ഡ്രാക്കുള ഈസ് ദ ആൻസർ. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ അവസാനത്തെ ചോദ്യം. സോ ദ ഫസ്റ്റ് ക്ലൂ ഈസ് ATM. എങ്ങനെയാണ് ATM കണക്ട് ചെയ്യുക, എന്താണ് കിട്ടേണ്ടത് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ATM എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ചെയ്യണമെങ്കിൽ ഗസ് ചെയ്യാം. +30 -15 നോ. മൂവിങ് ടു ദ സെക്കൻഡ്. രേഖകൾ നമ്പൂതിരി, ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ രേഖകൾ എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിയാണ് രണ്ടാമത് ഞാൻ കൊടുത്ത ചിത്രം. മലയാള സാഹിത്യത്തിൽ ആദ്യമായി ATM പരിചയപ്പെടുത്തുന്നത് ഈ വ്യക്തിയാണ്. മൂന്നാമത്തെ ക്ലൂ +10 ടീം ബി അമർത്തിയിരിക്കുന്നു. സോ ടീം ബി, വാട്ട്സ് യുവർ ആൻസർ? MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർ, മാതൃഭൂമിയുടെ സ്വന്തം MT വാസുദേവൻ നായർ. That's the correct answer. Getting +10 points to Team B. They are the winner. ഗ്രാൻഡ് ഫിനാലെ മത്സരത്തിൽ 4ാം പൊസിഷനിൽ നിൽക്കുന്നത് കാലിക്കറ്റ് ഫറൂഖ് കോളേജ് ടീമാണ്. 10 points. നല്ലൊരു കൈയടി കൊടുക്കാം. സെക്കൻഡ് റണ്ണർ അപ്പ് MES പൊന്നാനി ഫ്രം മലപ്പുറം ആൻഡ് ദ ഫസ്റ്റ് റണ്ണർ അപ്പ് തൃശൂർ മെഡിക്കൽ കോളേജ് ആൻഡ് ദ ചാമ്പ്യൻ ഓഫ് the crown champion, none other than ഗവൺമെന്റ് TTI കൊല്ലം with an absolute wonderful play. നല്ലൊരു കൈയടി കൊടുക്കാം. താങ്ക് യു സോ മച്ച്. മൃദുൽ സൈനിങ് ഓഫ്. സമ്മാനദാന ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത്. We are honored to welcome Rear Admiral VS Sodhi, Mr. Neeraj Madhav. വേദിയിലേക്ക് ആദരവോടെ ക്ഷണിക്കുന്നു ഡോക്ടർ S. രാജിനെ, മാനേജിംഗ് ഡയറക്ടർ ഫെയർ ഫ്യൂച്ചർ ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി. മിസ്റ്റർ വിഘ്നേഷ് S. രാജ്, ഡയറക്ടർ ഫെയർ ഫ്യൂച്ചർ ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി. ആൻഡ് കല്യാണി KR പ്രമോദ്, ജനറൽ മാനേജർ പബ്ലിക് റിലേഷൻസ് മാതൃഭൂമി. മിസ്റ്റർ വിഷ്ണു നാഗപ്പള്ളി, മിസ്റ്റർ മൃദുൽ M. മഹേഷ്, അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. It's been a wonderful experience for me. At the outset, thank you very much for inviting me. 5,000 students participated and only about 38 reached the grand finale. It's quite remarkable. My congratulations to each one of you, not just the winners. This event at such a big scale is being conducted by Mathrubhumi and Fair Future. To the winning team and indeed all the participants, very well done. AI-യും അതുപോലെയുള്ള ChatGPT ഒക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ ഈ എല്ലാം വിരൽത്തുമ്പിലായി കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ മടിയന്മാരാവുകയും നമ്മൾക്ക് ഒരു കാര്യത്തെപ്പറ്റി ഒരു ധാരണയില്ലാതാകുന്ന ഒരു സമൂഹമായി മാറാനുള്ള സാധ്യത. പവർ ഓഫ് ആർ ഇൻ്റലക്റ്റ് അതിനെ ഷാർപ്പ് ചെയ്ത് വെക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ദേ വിൽ ഹാവ് എൻ എഡ്ജ് ആൻഡ് അവർ തന്നെ ആയിരിക്കും എന്നും മുൻനിരയിൽ വരുന്ന ആളുകൾ. ഈ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയല്ല, ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ പറ്റിയതിൽ വളരെ 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 സന്തോഷം. വിന്നേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഗവൺമെന്റ് TTI കൊല്ലം. 75 പോയിന്റ്സോട് കൂടിയിട്ടാണ് ഇവർ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് ആണ് ഇവരെ തേടിയെത്തിയിരിക്കുന്നത്. അടുത്തതായി വേദിയിലേക്ക് സെക്കൻഡ് പ്രൈസ് വിന്നേഴ്സിനെ ക്ഷണിക്കുകയാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും നദീം അഹമ്മദ് ആൻഡ് വൈശാഖ് RL. 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസും മെമന്റോയും സർട്ടിഫിക്കറ്റുമാണ് ഇവർക്കുള്ള സമ്മാനം. തേർഡ് പ്രൈസ് വിന്നർ മറ്റാരുമല്ല,
ആരുമല്ല, മിസ്റ്റർ ജിഷ്ണു ഗോപൻ ആൻഡ് നവീൻ MK ഫ്രം MES കോളേജ് പൊന്നാനി. ഇവർക്ക് ലഭിക്കുന്നത് 50,000 രൂപയുടെ ക്യാഷ് പ്രൈസും